ഗുഡ് മോർണിംഗ്. ഇബൈട്ടോറിയം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ റീപർച്ചേസ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. റെവല്യൂഷണറി മൂവ്മെൻറ്റ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്ത കമ്പനിയാണ് ഇബൈട്ടോറിയം. പക്ഷേ ഒരുപാട് ആളുകളുടെ ലൈഫ് അബ്നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതും റിച്ച് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകാൻ കഴിയുന്നതും റീപർച്ചേസ് പ്ലാനാണ്. നമ്മൾ ആരും അത് വ്യക്തമായി സ്റ്റഡി ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു അറിവിലേക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. റീപർച്ചേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെഡിക്കേഷൻ ബോണസ്, നമ്മളുടെ ലെവൽ ഇൻകം ഒക്കെ അമേസിങ് ആണ്. നമ്മൾ ഓരോ ലീഡേഴ്സും ഈ റീപർച്ചേസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അതാണ് അത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് തീർച്ചയായും ഡ്യൂപ്ലിക്കേഷനിലേക്ക് പോകും. വലിയൊരു റെവല്യൂഷൻ ഉണ്ടാകും. നമ്മുടെ കേരളത്തിൽ ടോപ്പ് ലീഡേഴ്സ് എല്ലാവരും ഇത് ഹൈലി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മളുടെ ആളുകൾ ലീഡേഴ്സ് അത് ഏറ്റെടുത്തിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നിയത്. കാരണം നമ്മളുടെ ഒരു ഡെയിലി നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം, ഡെഡിക്കേഷൻ ബോണസ് എന്ന് പറയുന്നത് അബ്നോർമൽ ലെവലിലാണ് വരിക. ലെവൽ ഇൻകം നമ്മൾ ചെയ്യുന്ന ആൾക്കാരുടെ 10 ലെവൽ 8 ലെവൽ ഇൻകം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല. എത്രയോ ആളുകൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ലിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ലെവലിൽ നിന്ന് ഫസ്റ്റ് ലെവലിൽ നിന്ന് 1500 പിന്നീടുള്ള ലെവലുകളിൽ നിന്ന് ഒരു 1000 വെച്ച് കിട്ടുന്ന ഒരു ഫിഗർ നമുക്ക് റീപർച്ചേസിങ് ഒരു മാസം കിട്ടുന്നത് 20 ലക്ഷം 30 ലക്ഷം. സേവ്യർ സാറ്, റാഫി സാറ്, സുധീർ സാറ്, മനോജ് സാറിനൊക്കെ ഈ ലെവലിൽ ഇൻകം കാണുമ്പോൾ അപ്പോൾ ചെയ്യാം എന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല. നമ്മളത് എല്ലാവരും, കേരളത്തിലെല്ലാവരും ലീഡേഴ്സായ എല്ലാവരും ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യുകയോ, എല്ലാ ലീഡേഴ്സും 5 ലക്ഷം 1 ലക്ഷം മുകളിലുള്ള എല്ലാ ലീഡേഴ്സും, ഇൻകം കിട്ടുന്ന ഒരു ലീഡേഴ്സും റീപർച്ചേസ് ഈ മാസം മുതൽ ചെയ്യണം. ഈ മാസം മുതൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത്ര ഇൻകം വരും. നമ്മുടെ ടീമും അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യും. ആ ഇൻകം ലെവല് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 10 ഇരട്ടിയാണ്. ആ 10 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ നട്ടെല്ല് റീപർച്ചേസാണ്. റീപർച്ചേസിൽ നമ്മുടെ MD ആയിട്ട് സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ വില കുറവിൽ, ക്വാളിറ്റിയിൽ ഞാൻ തരും. അത് നിങ്ങൾ വാങ്ങിക്കൂ, ഉപയോഗിക്കൂ, കൊടുക്കൂ. ഇതേപോലെ 100% പോസിറ്റീവ് ഉള്ള ഒരു MD, വിഷനുള്ളൊരു MD, സക്സസ് ആയിട്ടുള്ള ലീഡേഴ്സ്, നമുക്കിതിൻ്റെ പേരിൽ റീപർച്ചേസും കാര്യങ്ങൾക്കും പേരിൽ ഓഫറുകൾ വരും. ടീമുകളായിട്ട് സെറ്റാവും. മറ്റ് കമ്പനികളിൽ നിന്ന് 100ഉം 200ഉം പേരുള്ള ലീഡേഴ്സ് നമ്മുടെ കമ്പനിയിൽ വന്ന് ചേക്കേറും. നമ്മുടെ ഇൻകം ലെവൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. റീപർച്ചേസ് ചെയ്ത കമ്പനികളുടെ ലീഡേഴ്സിന് നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ ഇൻകം ഒക്കെ 40ഉം 50ഉം ലക്ഷം രൂപ, 20, 30, 40, 50 ആ ലെവലിലാണ് മന്ത്ലി ഇൻകം പോകുന്നത്. നമുക്ക് അതിന് പാരലായിട്ടുള്ള നമ്മുടെ സിസ്റ്റം, നമ്മുടെ മദർ പ്ലാൻ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് 1 ലക്ഷം രൂപ 1.36 വാങ്ങിക്കാൻ കഴിവുള്ള പ്ലാനാണ്. അതും നമ്മൾ ഇതിൻ്റെ ഒപ്പം അച്ചീവ് ചെയ്യുന്നു. നമ്മളുടെ ഒരു 2 മാസം കഴിയുന്ന സമയത്ത് കമ്പനിയുടെ ടൂർ പാക്കേജുകൾ നമ്മുടെ ടോപ്പ് ലീഡേഴ്സ് മുഴുവൻ പോകണത് കാണാൻ പറ്റും. അവരെല്ലാം അച്ചീവ് ചെയ്ത് പോകണ കാണാൻ പറ്റും. അവർക്ക് ഹൗസ് ഫണ്ട് കിട്ടുന്നത് കാണാൻ പറ്റും. അവർ വലിയ വണ്ടികളും വലിയ യാച്ചുകളും ഇതൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. ആ ലെവലിലേക്കാണ് നമ്മുടെ കമ്പനി നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഈ എത്രയും ഒരു ആദ്യത്തെ 2 മാസം സാക്രിഫിക്കേഷനാണ്. നമുക്ക് ചിലപ്പോൾ ഞാൻ റീപർച്ചേസ് ചെയ്തു, നമ്മുടെ ടീമിൽ ആരും ചെയ്തില്ല, ഇൻകം ഒന്നും കിട്ടിയില്ല, ഞാൻ റീപർച്ചേസ് ഇനിയും ചെയ്യും.
കാരണം ആ റീപർച്ചേസിനോടുള്ള ബഹുമാനമാണ്. കാരണം ആ സിസ്റ്റം കമ്പനി കൊണ്ടുവന്നതിനുള്ള നമ്മളുടെ ആ, നമ്മളുടെ ബഹുമാനം, നമ്മളെ കമ്പനിയുടെ ആ സിസ്റ്റത്തിനെ നമ്മൾ ആദരിച്ചു. അത് ഏതൊരാൾക്കും ഇപ്പം കിട്ടിയില്ല എന്നുള്ളതല്ല വിഷയം. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാനോ കൊടുക്കാനോ പറ്റും. ഇപ്പം ബയോമാഗ്നറ്റിനെ വാങ്ങിക്കുന്ന നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ റീപർച്ചേസിനെ കുറിച്ച്, നമുക്ക് റീപർച്ചേസ് കൊണ്ട് കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, നമ്മളൊക്കെ ലീഡേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്തിട്ടുണ്ട്, റീപർച്ചേസിങ് കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്കും മറ്റവർക്കും വളരെയധികം ഗുണം ചെയ്യുന്നൊരു പ്ലാനാണ്. നെറ്റ്വർക്കിൽ സക്സസ് ആകാത്ത കുറേ ലീഡേഴ്സ് ഉണ്ട്, അവർ പോലും ഇതിൽ വലിയ രീതിയിൽ സക്സസ് ആകും. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ MD ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളതിനെ 100% രണ്ട് കൈ കെട്ടി സ്വീകരിക്കണം. ലീഡേഴ്സ് റീപർച്ചേസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ടീമിനെ സെറ്റ് ചെയ്യണം. അവിടെ റീപർച്ചേസിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന ക്ലാസ്സുകൾ ഉണ്ടാവണം. റീപർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് തൽക്കാലം ലീഡേഴ്സായിട്ടുള്ള ആൾക്കാർ ഓഫറുകൾ വെക്കണം. ആ ഓഫറുകളൊക്കെ വെക്കുന്ന സമയത്ത് ഇപ്പോൾ കിട്ടുന്നതിനെ ടാലി ചെയ്ത് പോകും. അവർക്ക് ഇത്ര 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 റീപർച്ചേസ് ഇൻകം, ഇത്ര എങ്ങനെയുള്ള രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും ടൂർ പ്രോഗ്രാംസൊക്കെ സെറ്റ് ചെയ്യണം. ഇത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും. ഇത് എഴുതി വെച്ചോ, 100% നമ്മളുടെ എല്ലാം വ്യത്യാസമുണ്ടാക്കുന്ന, നമ്മളുടെ എല്ലാം ലൈഫിൽ ചേഞ്ചിങ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് റീപർച്ചേസ് സിസ്റ്റം. കമ്പനി ഇപ്പോഴാണ് ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇത്ര നാൾ പ്രൊഡക്റ്റ് അപ്രോച്ചായിരുന്നു. പ്രൊഡക്റ്റ് കുറിച്ച് റിസൾട്ട് ഉണ്ടാക്കി, ടീമുണ്ടാക്കി, ഇന്ത്യ മുഴുവൻ ടീമുണ്ടാക്കി. ആ സിസ്റ്റം വന്നാൽ മാത്രമേ റീപർച്ചേസിന് വിലയുള്ളൂ. കമ്പനിയാണ് നമ്മളെന്ന് വിചാരിക്കുക. കമ്പനിയിലുള്ള 22 ലക്ഷം പേരിൽ ഒരു 10,000 പേര് റീപർച്ചേസ് ചെയ്താൽ ഓരോ 20 ദിവസം കൂടുതൽ വരുമ്പോൾ ആ ID നമ്മളുടെ ആണെന്ന് വിചാരിക്കുക. എത്രയായിരിക്കും ഇൻകം? കമ്പനി നമ്മുടെ അപ്ലൈനാണ്. നമ്മുടെ അപ്ലൈൻ കമ്പനിക്ക് എത്രയാണ് ആ ഐഡിക്ക് ടോപ്പ് ഐഡിക്ക് മിജേഷ് മേത്ത, നമ്മളുടെ ടോപ്പ് ലീഡേഴ്സായിട്ടുള്ള എല്ലാ ലെവലിലും വരുന്ന ലീഡേഴ്സിൻ്റെ മുകളിലുള്ള ID നമ്മുടെ ടോപ്പ് അപ്ലൈനാണ്. ആ ടോപ്പ് അപ്ലൈൻ്റെ ഇൻകം കണ്ടാൽ ഞെട്ടിപ്പോകും. നമുക്ക് ചിന്തിക്കാൻ പോകുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും 3 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഇൻകം 1 CR ഒക്കെ മുകളിൽ ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അതിന് ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന റീപർച്ചേസ് പ്ലാനും നമ്മുടെ പ്ലാനും നെഞ്ചോട് ചേർത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിനെ പ്രണയിച്ചുകൊണ്ട് ഇതിൽ സക്സസ് ആകാൻ വരുന്ന ആൾക്കാർ, ലീഡേഴ്സ് മുഴുവൻ ഇത് ഏറ്റെടുത്ത് റീപർച്ചേസിനെ ടീമിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. നമുക്ക് കിട്ടാൻ വേണ്ടിയല്ല. എനിക്കറിയായിരുന്നു നമ്മുടെ ടീമിലെ ആൾക്കാർ ചെയ്യണമെന്ന് നിർബന്ധമില്ലായിരുന്നു. പക്ഷേ റീപർച്ചേസിനോട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പനിയോട് നമ്മൾ പ്രതികരിക്കണം. കമ്പനിയുടെ സിസ്റ്റത്തോട് നമ്മൾ ഒപ്പം നിൽക്കണം. ആ പ്രോഡക്റ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കണം. ഇനി വരുന്ന പ്രോഡക്റ്റുകളെല്ലാം വളരെ സൂപ്പർ പ്രോഡക്റ്റുകളാണ് വരുന്നത്. നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, മോർ പവർ പോലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല. അത് വേറെ കമ്പനിയിൽ പ്രൂവൺ പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ വലിയ സമി ലാബ്സ് പോലുള്ള വലിയ പാറ്റൻറ്റഡ് ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട 100% റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ് കമ്പനി കൊണ്ടുവരുന്നത്. 3000 കോടി ടേൺ ഓവർ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസും ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇറക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ. പരീക്ഷണത്തിന് വേണ്ടിയല്ല, 100% സക്സസ് ഉള്ള, ക്വാളിറ്റിയുള്ള, നമുക്ക് ഗുണമുള്ള, വിലക്കുറവുള്ള പ്രൊഡക്റ്റുകളാണ് ഇറക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കണം. നമ്മുടെ ടോപ്പ് ലീഡേഴ്സിന് അടുത്ത മാസങ്ങളിലുള്ള വരുമാനം കണ്ട് ബോധ്യപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് എത്തിയിട്ടുണ്ടാവും. അത് നമ്മളെല്ലാവരും വളരെ ഏറ്റെടുക്കുക. നമുക്കിതിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. റീപർച്ചേസിലൂടെ നമ്മളുടെ എല്ലാ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകും. ബെൻസും കാറുകളും നിറഞ്ഞ ഒരു വലിയ പ്രീമിയം വെഹിക്കിൾസ് 100 കണക്കിന് നമ്മുടെ ടീമുകളിൽ നിന്ന് ഓടും. നമ്മൾ ടൂർ പാക്കേജുകളും എൻജോയ്മെൻറ്റും ലൈഫിൽ ഹെൽത്ത്, വെൽത്ത്, എൻ്റർടൈൻമെൻറ്റ് ഇവിടെ യാഥാർത്ഥ്യമാകും. 100% എല്ലാവർക്കും അത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സീ അറ്റ് ദ ടോപ്പ്.